ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ചന്തുമോളുമായിട്ട് ആദർശിന്റെ റൂമിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് നയന ആദർശിനോട് പറയാ, അതെ ആദർശേട്ടാ, ഇനി മുതലേ ഇവളുടെ റൂമും കൂടിയാണ് കേട്ടോ ഇത്. ഇനി മുതൽ ചന്തുമോള് നമ്മുടെ കൂടെയൊക്കെ കിടക്കാൻ പോകുന്നത്. ഇത് കേട്ടത് നമ്മുടെ ആദർശിന് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ആദർശ് പറഞ്ഞു, അവള് മുത്തശ്ശിയുടെ കൂടെ കിടക്കുന്നതല്ലേ, അവളെ അവൾ അവിടെ കിടന്നോളൂല്ലേ, പിന്നെ എന്തിനാ അവളെ ഇപ്പം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്? അതെ, ഇവൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കാൻ പോകുന്നത്. അങ്ങനെയല്ലേ സാധാരണ എല്ലാ കുട്ടികളും കിടക്കുന്നത്? അച്ഛൻ ഒരു പ്രായം വരെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ആയിരിക്കും ഇനി മോള് കിടക്കാൻ പോവുക. അപ്പം ഇതൊക്കെ നമ്മുടെ ജലജ ഒളിച്ച് നിന്ന് കേൾക്കുന്നു കാണുന്നുണ്ട് കേട്ടോ. ജലജയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ അങ്ങ് സന്തോഷം വരുവാണോ, അതുപോലെ തന്നെ എന്താ കലി കയറുവാണോ എന്നൊന്നും അറിയില്ല. രണ്ടിൻ്റെ ഇടയിലാണ് നമ്മുടെ ജലജയുടെ അവസ്ഥ. സത്യത്തിൽ ഇങ്ങനൊരു അവസ്ഥ ആദർശിന് വന്നതിൽ സന്തോഷവുമുണ്ട്. പക്ഷെ ചന്തുമോളെ അവിടെ നിർത്തുന്നത് ജലജയ്ക്കൊട്ട് ഇഷ്ടവുമല്ല. അപ്പം ആ ഒരു രണ്ടവസ്ഥയിലാണ് ജലജ ഉള്ളത്. അപ്പം ജലജ ഇത് മാറി നിന്ന് കാണുന്നും കേൾക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞു, അതൊന്നും വേണ്ട നയന, ഇവളെ മുത്തശ്ശിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവിട്, മോൾ അവിടെ കിടന്നോളും. ഹേയ് ആദർശേട്ടാ, കുഞ്ഞിൻ്റെ മുമ്പ് വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അവൾ നമ്മുടെ കൂടെ ആയിരിക്കും കിടക്കാൻ പോകുന്നത്. ദേ, നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ ബെഡിന്റെ നടുഭാഗത്തായിട്ട് നമ്മൾ രണ്ടും അറ്റത്ത് കിടക്കും. അയ്യോ അതൊന്നും വേണ്ട നയന, അവളെ നിന്റെ സൈഡിൽ അങ്ങ് കിടത്തിയാൽ മതി. ഏയ്, കുഞ്ഞിനെ എങ്ങനെയാ സൈഡിൽ കിടത്തുന്നത്? അവള് നിലത്തേക്ക് വീഴില്ലേ? നമ്മുടെ കട്ടില് ഭിത്തി സൈഡിനോട് ചേർത്തും അല്ല ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേണ്ട, കുട്ടി നടുക്ക് കിടന്നോളും. അപ്പൊ നമ്മുടെ ആദർശിനൊന്നും പറയാനും പറ്റുന്നില്ല കേട്ടോ. അപ്പൊ ആദർശിന് സത്യം പറഞ്ഞാല് എന്താ പറയുക, ആ കുട്ടിയെ സ്നേഹിക്കാനും പറ്റുന്നില്ല, എന്നാൽ പിന്നെ ആ കുട്ടിയോട് വെറുപ്പില്ലാത്തൊരവസ്ഥ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ചന്തുമോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് നയന് പറഞ്ഞു, ചന്തുമോള് പേടിക്കണ്ട കേട്ടോ, ഈ അച്ഛനെ കുറച്ച് കർക്കശക്കാരനൊക്കെ ആണെങ്കിലും ഈ അച്ഛൻ പാവാ. ഈ നയനാമ്മയുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് പായിട്ട് നിലത്തായിരുന്നു കിടന്നിരുന്നത്. അത്രയും കഠിന ഹൃദയമുള്ള ഈ അച്ഛനെ നയനാമ്മയ്ക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം അസല് പിടിച്ചാലും ഞാനും മോളും കൂടി ചേർന്ന് ഈ അച്ഛനെ മാറ്റിയെടുക്കും, അല്ലേ മോളെ? അതേ നയനമ്മ എന്ന് ആ കുട്ടിയും പറയാണ് കേട്ടോ. അങ്ങനെ ആ കുട്ടീനെ നടുക്ക് വെച്ചിട്ട് നമ്മുടെ നയനെ അവിടെ കിടക്കാണ്. ആദർശന് എന്തോ ഒരു വലിയ വലിയ അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലജേനയാണ് കേട്ടോ. ജലജ എങ്ങനെയെങ്കിലും ഒക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി ചന്തുമോളെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ദേവയാനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഓരോന്നൊക്കെ ചിന്തിച്ച് പറക്കിയൊക്കെ നടക്കാണ്. ദേവയാനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമില്ല. ആദർശന്റെ കുഞ്ഞാണോ അത്? ഇനിയിപ്പോൾ ആദർശന്റെ കുഞ്ഞല്ലേ അത്? പിന്നെ എന്തിനാണ് മുത്തച്ഛനിവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെയാണ് പുള്ളിക്കാരി ചിന്തിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി അങ്ങനെ ഇങ്ങനെ നടന്ന് ചിന്തിക്കുമ്പോൾ ജലജ വന്നിട്ട്, അതെ, ഏടത്തിയുടെ ഉറക്കം നഷ്ടപ്പെട്ടല്ലേ? എനിക്കറിയാം, ഒരുത്തി സുഖമായിട്ട് ആ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ട്. ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് ഏടത്തിയുടെ മരുമകള് തന്നെയാ. അവൾ ഒരുത്തിയാ ഇതിനെല്ലാം വളം വെച്ച് കൊടുത്ത് ഇപ്പം ആ കൊച്ചിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. ഓ, ആ കുട്ടിയെ കണ്ടാൽ അറിയാം അവളൊരു പേരും കള്ളിയാണെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു, ജലജെ എന്തിനാ വെറുതെ ആ കുട്ടീനെ പഴിക്കുന്നത്? ആ കുട്ടിയെ കണ്ടാൽ അറിയാം ഒരു പെരുങ്കള്ളിയാണെന്ന് നീ പറഞ്ഞെങ്കിലേ ഞാൻ പറയട്ടെ, ആ കുട്ടിയെ കണ്ടാൽ അറിയാം അതൊരു നിഷ്കളങ്കത നിറഞ്ഞ കുട്ടിയാണെന്ന്. അതുകൊണ്ട് തന്നെ ആ കുട്ടീനെ ഞാൻ സ്നേഹിച്ചിരുന്നു. എനിക്ക് ആ കുട്ടിയോട് പ്രത്യേക ദേഷ്യ വിരോധമൊന്നുമില്ല. പക്ഷേ ആദർശിന്റെ കുഞ്ഞാണ് എന്നറിഞ്ഞപ്പോൾ മുതലുള്ളൊരു സമാധാനക്കേട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ആ കുട്ടിയോട് പ്രത്യേകിച്ച് ദേഷ്യം വരാൻ, ആ കുട്ടി നമ്മളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? അവളുടെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ലേ? എന്തായി എടുത്ത് ഈ പറയുന്നത്? അവളുടെ അമ്മ കാരണമല്ലേ ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടത്? ഓ, ഏടത്തേക്ക് പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഏടത്തിയുടെ മകനും ഇതിൽ തെറ്റുകാരനാണല്ലോ. അല്ല, അവൻ പണ്ട് എന്തോ ട്രെയിനിങ്ങിന് പോവുക, അല്ലാതെ എന്തൊക്കെയോ ജ്വല്ലറി എക്സിബിഷനൊക്കെ പോവുക എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് മാറി നിന്ന് ഓർക്കുന്നുണ്ടോ? അത് ചിലപ്പം ഇതിനു വേണ്ടിയായിരിക്കും. അനക്കയുടെ അടുത്ത് പോയി താമസിക്കാൻ വേണ്ടി ആ പെൺകുട്ടിയായിട്ട് അന്നേ ബന്ധം ആദർശനുണ്ടായിരുന്നായിരിക്കും. നിർത്തടി, എന്താടി നീ പറയുന്നത്? ഏയ്, എൻ്റെ മോൻ അങ്ങനെ കള്ളം പറഞ്ഞൊന്നും ആരുടെയും കൂടെ പോയി താമസിച്ചിട്ടില്ല. ഓ, പിന്നെ വെറുതെ പൊട്ടിമുളച്ചതാണോ ആ ചന്തുമോള്? താമസിക്കാതെ കൂടത്തിൽ കിടക്കാതെ പൊട്ടിമുളച്ചതാണോ? ഇനി ദിവ്യഗർഭം വല്ലതും ആണോ? ദേ ജലജെ, നീ അതിര് കടന്ന് സംസാരിക്കുന്നു. എൻ്റെ മകൻ
മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അന്നും പറഞ്ഞുകൊണ്ടേ നിനക്ക് നിനക്ക് എൻ്റെ മകൻ്റെ തലയിൽ കയറി നൃത്തം വെക്കാനുള്ള ഒരു അവസരമായിട്ട് നീ അത് എടുക്കരുത്. ഓ, ഇനിയിപ്പം ഏടത്തി മകൻ്റെ കൂടെ കൂടുമായിരിക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പേരക്കുട്ടീനെയും കൊഞ്ചിച്ച് ഉള്ളുള്ള കാലം അങ്ങ് ജീവിക്കുക. അങ്ങനെയല്ല ഞാൻ നിന്നോട് പറഞ്ഞത്. എനിക്കതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല, ശരിയാണ്. പക്ഷേ കിട്ടിയ അവസരം പാഴാക്കാതെ നീ ഇങ്ങനെ ആദർശിനെ കുറിച്ച് ഓരോ കുറ്റങ്ങൾ അവിടെയും ഇവിടെയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഓ, പിന്നെ എൻ്റെ മകൻ്റെ കുറ്റം ഞാൻ വിളിച്ചു പറയണമായിരുന്നു. എൻ്റെ മകൻ്റെ കുറ്റമാണ് ഇപ്പം വിളിച്ചു പറയുന്നതെങ്കിൽ അത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നല്ലോ. ഓ, എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇതുവരെ എൻ്റെ മകൻ ഇതുപോലെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവൻ പല പല പെണ്ണുങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്, അവരെ കൈയൊഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ കൈയൊഴിഞ്ഞപ്പോഴേ കയ്യിലൊരു കൊച്ചിനെ കുറച്ച് വെച്ച് കൊടുത്തിട്ടില്ല. ഇതിപ്പം ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന നല്ലത്. ദേ ജലജ, നീ പറയുന്ന വാക്ക് അതേപടി ഞാൻ തിരിച്ചു പറയാ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പണ്ടത്തെ ദേവയാനിയാണെങ്കിലേ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ ഒതുങ്ങിയാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാ, എൻ്റെ മരുമകളുടെ ജീവിതവും എൻ്റെ മകന്റെ ജീവിതവും അത് അവര് സെറ്റിൽ ചെയ്തോളും. നീ കൂടുതൽ അതിൽ കയറി മെഴുകി കുളവാക്കാൻ വരണ്ട. നീ നിന്റെ കാര്യം നോക്ക്, നീ നിന്റെ മകന്റെ കാര്യം നോക്ക്. എന്നെ കൂടുതൽ കളി പഠിപ്പിക്കരുതേ എന്നിങ്ങനെ ദേവയാനി പറഞ്ഞത്. ഓ, ഞാനൊന്നും പറയുന്നില്ലേ, ഇനിയിപ്പം ഞാൻ പറയുന്നതായി പറയാതിരിക്കുന്നതായി. ഇനിയിപ്പം വേറെ ആരെങ്കിലും ഒക്കെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? അല്ല, ഇപ്പൊ ഏടത്തി വെബിന്ന് ആരോ വിളിച്ചായിരുന്നല്ലോ, അത് ഗ്രേസി അല്ലായിരുന്നോ? അവരൊക്കെ ഈ വിവരം അറിഞ്ഞാലേ നാണക്കേടാ ഏടത്തി, നാണക്കേട്, അത് ഓർത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജലജ അങ്ങ് പോവുക. ദേവയാനി ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലെന്തോ ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും തൻ്റെ മകനെ കുറ്റപ്പെടുത്തുന്നു, തൻ്റെ മകനെ ഒരു വൃത്തികെട്ടവനായിട്ട് കാണുന്നു. അതിൽ കൂടുതൽ നയനിയുടെ ജീവിതം നശിച്ചു പോകുമോ, അവളുടെ ജീവിതം ഒരർത്ഥമില്ലാതായി പോകുമോ എന്നൊക്കെയാണ് നമ്മുടെ ദേവയാനിയുടെ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിനെയും അഭിയുടെ കൂടെ നടക്കുന്ന രണ്ട് ഗുണ്ടകളുണ്ട്, താടിയൊക്കെ വെച്ച് നടക്കുന്ന രണ്ട് ഗുണ്ടകൾ. ആ രണ്ട് ഗുണ്ടകളെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ അഭി പറയുകയാണ്, ഈ കളി എവിടം വരെ പോകുന്നൊന്നും അറിയില്ല, പക്ഷേ ഈ കളിക്കൊരു പ്രത്യേക സുഖ മക്കളെ. കാരണമേ, തലപ്പത്തിരുന്ന് എൻ്റെ ഏട്ടൻ ഇപ്പൊ വന്ന് നിൽക്കുന്നത് എവിടെയാന്നോ? കാൽച്ചുവട്ടില, എൻ്റെ കാൽച്ചുവട്ടില്. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് തട്ടാം, എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് തട്ടാം. തട്ടി 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 ഞാനൊരു പരുവാക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അല്ല ബോസ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നു, ഒരു DNA എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് തീരും. ഈ വശം നേരെ തിരിഞ്ഞ് അത് ബോസിന്റെ മുമ്പിലെത്തും. പിന്നെ ബോസിനെ എല്ലാവരും കൂടി എടുത്ത് തട്ടി കളിക്കരുത്. അത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്നെയും എല്ലാവരും കൂടെ ചിലപ്പോൾ എടുത്ത് തട്ടി കളിക്കും. അങ്ങനെ ഒരു ഐഡിയ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുകയാണെങ്കിൽ അത് ശരിയായ കാര്യം തന്നെയാണ്. പക്ഷേ DNA നടത്താൻ പാടില്ല. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും വളർത്തിയെടുത്ത് പൊക്കിക്കൊണ്ട് വന്നതെല്ലാം ഒറ്റയടിക്ക് എനിക്ക് നഷ്ടപ്പെടും. വിശ്വാസമായിരുന്നല്ലോ അനന്തമൂർത്തിക്ക്, ഭയങ്കര വിശ്വാസം. തലതൊട്ടപ്പനായിരുന്നു ആരുടെ? അനന്തമൂർത്തിയുടെ ആദർശ്. ഇപ്പം ആ ആദർശ് ചുക്കി ചുളിഞ്ഞ് ചൂകി ഒരു വശത്ത് കിടക്കുന്ന കാണുമ്പോഴേ എന്തോ മനസ്സിന് വല്ലാത്ത സുഖമാണ്. ആ കാഴ്ച ഞാൻ കണ്ണു നിറയെ ആസ്വദിക്കുക. പിന്നെ സത്യങ്ങൾ അറിഞ്ഞാൽ ആ ആദർശല്ല എൻ്റെ അമ്മയും ഞാനൊക്കെയാ വെളിയിൽ ആകാൻ പോകുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഈ സത്യങ്ങളൊക്കെ പരമാവധി മൂടി വയ്ക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇത് കണ്ടുപിടിക്കാത്ത രീതിയിൽ എല്ലാ പഴുതുകളും അടയ്ക്കണം. ഈ അഭി ഇനി അതിനുള്ള പ്രയത്നത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാൻ കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ജലജയാണ്. അപ്പൊ ജലജ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ നയനെ അവിടെ ഇരിക്കുന്നത് കണ്ട് നയനയുടെ അടുത്തേക്ക് നമ്മുടെ ജലജ വരികയാണ്. നയനെ മാത്രമല്ല കേട്ടോ, ചന്തുമോളും ഉണ്ടായിരുന്നു. ഏതായാലും ഈ സമയത്ത് ആ കുട്ടീനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജലജ വരുന്നത്. അപ്പൊ ജലജ ചോദിക്കുക, ഇവളെ കെട്ടി ഒരുക്കിക്കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? നൂലുകെട്ടിനാണോ? അത് പിന്നെ ഇവളും നൂലുകെട്ടിന് വരുന്നുണ്ട്, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറഞ്ഞു, പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ വസന്തര വന്നിട്ട്, എന്താ ജലജ നിനക്ക് പ്രശ്നം? ഇവളെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകും, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വന്നു, ഇതാരാണ് എന്നൊക്കെ പറയണ്ടേ? അപ്പൊ ഇവളുടെ ഭർത്താവിന്റെ മഹത്വം വിളമ്പേണ്ടി വരില്ലേ? പിന്നെ എന്തിനാ ഇവളെ കൊണ്ടുപോകുന്നത്? അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉത്തമ പുരുഷനാണല്ലോ അമ്മയുടെ മൂത്ത കൊച്ചുമോന്. അതെ, ഞാനും അദ്ദേഹവും പോകുന്നില്ല, ഞങ്ങള് മോളെ നോക്കിക്കോളാം. അപ്പൊ നയന പറഞ്ഞു, അത് മോൾക്ക് വിഷമാവത്തില്ലേ? അതെ, മോൾക്ക് മോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയും കൂടെ
വിഷമിക്കുന്ന നിനക്ക് പ്രശ്നമില്ലെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, എപ്പോഴാണെങ്കിലും അറിയണ്ടേ മുത്തശ്ശി അവരൊക്കെ, അതുകൊണ്ടാണ് ഞാൻ മോളെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. അതൊന്നും സാരമില്ല മോളെ. അത് പിന്നെ നിന്റെ അമ്മയും അച്ഛനും ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഇതറിഞ്ഞ് വിഷമിക്കണ്ട, അതാ നല്ലത്. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, പിന്നെ ഇവളെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വെച്ച് പൊറുപ്പിക്കരുത്. ഇവിടെ നിന്ന് പറഞ്ഞയക്കുക ചെയ്യേണ്ടത്. നിന്നെപ്പോലെ വൃത്തികെട്ട നാവുള്ള ഒരുത്തിനെ ഞാൻ കണ്ടിട്ടില്ല ജലജെ. ഞാൻ എന്ത് പറഞ്ഞാലും വൃത്തികേടാണല്ലോ. ഇപ്പൊ കൊച്ചുമോന് വൃത്തികേടിന്റെ തമ്പുരാന് ആയിരിക്കുക. എന്നിട്ട് ഇപ്പോഴും അവൻ തന്നെ MD. അവന് ഒരു സ്ഥാനചലനവും സംഭവിച്ചിട്ടില്ല. എൻ്റെ മോൻ എന്തോ തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് അവനെ തരം താഴ്ത്താൻ ഇവിടെ എല്ലാവർക്കും എന്തായിരുന്നു ഉത്സാഹം. ഇടയ്ക്ക് അവന് സ്ഥാനക്കയറ്റം കൊടുക്കാന്ന് പറഞ്ഞതല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, മുത്തശ്ശന് ആൾക്കാരെ തിരിച്ചറിയാം. വേണ്ട സമയത്ത് വേണ്ട തീരുമാനം മുത്തശ്ശൻ എടുത്തോളൂ. എടുക്കുന്നുണ്ട് വേണ്ട സമയത്ത് വേണ്ട തീരുമാനം. ഇപ്പൊ കൊച്ചുമോനെ മാത്രമല്ല, ഇപ്പൊ കൊച്ചുമോന്റെ കുഞ്ഞിനെയും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ജീവൻ തന്നെയാ. കണ്ടില്ലേ, എൻ്റെ പേരക്കുട്ടിയുടെ നൂലുകെട്ടിന് പോലും രണ്ടാളും വരുന്നില്ല ഇവക്ക് വേണ്ടി, ഇവിടെ ഇരിക്കുകയാണത്രേ. അപ്പം വസുന്ധര പറഞ്ഞു, നീ കൂടുതൽ സംസാരിക്കണ്ട. നീ നിന്റെ കൊച്ചുമകന്റെ നൂലുകെട്ടിന് പോകുന്നത് നല്ല മനസ്സോടു കൂടിയല്ലല്ലോ. പിന്നെ ഞങ്ങള് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സറിഞ്ഞ് തന്നെയാ. ഇതേ പ്രായത്തിൽ നിന്നെ കൂട്ടിക്കൊണ്ട് വരുമ്പം ഇതുപോലെയുള്ള വാക്കുകൾ പറയാനേ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. നീ സുഖമായിട്ട് ഇവിടെ ജീവിച്ചത്. പിന്നെ അത് തന്നെയാ നയന മോളിപ്പ ചെയ്യുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെ വേദനിപ്പിക്കരുത് എന്ന് മോക്ക് നല്ല നിശ്ചയമുണ്ടോ? എന്തു പറഞ്ഞാലും എന്നെ കൂട്ടിക്കൊണ്ടുവന്ന കഥ പറഞ്ഞ് എൻ്റെ വായടപ്പിക്കും. അത് സത്യമല്ലേ? നീ ഒന്നിനും ഒരു കുറവില്ലാതെ ജീവിച്ചത് ഈ തറവാട്ടിലേക്ക് വന്നത് കൊണ്ടല്ലേ? ഇല്ലായിരുന്നെങ്കിലോ? എന്നാ പിന്നെ ഈ വീട്ടിൽ ഒരുപാട് അനാഥ കുട്ടികളുണ്ടല്ലോ, എല്ലാവരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് പോകും. അപ്പം നമ്മുടെ വസുന്ധര പറഞ്ഞു, നയനമോളെ അവൾ അങ്ങനെ പലതും പറയും. അവൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് നീ ചന്തുമോൾക്ക് കൊടുക്കുന്ന സ്നേഹം ഇല്ലാതാക്കരുത്. എനിക്കറിയാം മുത്തശ്ശിയല്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ മോള് വിഷമിക്കുന്നുണ്ട്, അതാ എൻ്റെ സങ്കടം, അല്ലാതെ എനിക്ക് സങ്കടമൊന്നുമില്ല. അപ്പൊ വസുന്ധര പറഞ്ഞു, മോള് സങ്കടപ്പെടണ്ടാട്ടോ. ഇന്ന് നയനാമ്മ വരുന്നത് വരെ മോൾക്ക് മുത്തശ്ശി കഥകളൊക്കെ പറഞ്ഞുതരാം. മോളെ നയനാമ്മയുടെ കൂടെ പോണ്ടാട്ടോ. അതേ നയനെ, നീ പെട്ടെന്ന് റെഡിയായി പോകാൻ നോക്ക്. ഞാൻ റെഡിയാ മുത്തശ്ശി എന്നും പറഞ്ഞിട്ട് മോളെ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, എല്ലാവരും പോയിട്ടേ നമുക്കൊരു സ്ഥലം വരെ പോകണം കേട്ടോ ചന്തുമോളെ. എങ്ങോട്ടാ മുത്തശ്ശി? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞ ആ കുട്ടീനെയും കൂട്ടി അങ്ങ് പോവാണ്. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അപ്പൊ ദേവയാനിയും ഈ 28 കെട്ടിന് പോകാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ, നമ്മുടെ നവ്യയുടെ കൊച്ചിന്റെ. അപ്പൊ ദേവയാനി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ നയന കടന്നു വരിക. നയനയ്ക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ദേവയാനിയുടെ അടുത്ത് വരാൻ പേടിയാ. വരുമ്പോഴെല്ലാം നമ്മുടെ ആദർശിന്റെ കുറ്റമാണല്ലോ പറയുന്നത്. അങ്ങനെ എന്ത് പറയണം ഏത് പറയണം എന്നൊക്കെ ഓർത്താ വരുന്നത്. എന്നിട്ട് പതുക്കെ പേടിച്ച് അമ്മേന്ന് വിളിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി, എന്താ? അത് പിന്നെ ചന്തുമോളെ കൊണ്ടായിട്ട് ഞാൻ ഒരുക്കിയതാ. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നില്ല, മോളെ കൊണ്ടുപോകണ്ടാന്ന്. അതിനിപ്പോ എന്താ? അത് നന്നായിന്നേ ഞാൻ പറയുന്നുള്ളൂ. കൊണ്ടുപോയി കഴിഞ്ഞാലേ ഓരോരുത്തരുടെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരില്ലേ? അങ്ങനെ ഉത്തരം പറയാനേ എന്നെ കൊണ്ട് പറ്റില്ല, നിനക്ക് പറ്റുമായിരിക്കും. അതുകൊണ്ട് തന്നെയാ മുത്തശ്ശിയും പറഞ്ഞത് കൊണ്ടുപോകണ്ടെന്ന്. എന്നാ പിന്നെ കൊണ്ടുപോകണ്ട. അല്ല, ഇവിടെ വന്ന് ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? അത് പിന്നെ ഞാൻ ഇത് പറയാനല്ല, വേറൊരു കാര്യം പറയാൻ ഇവിടെ വന്നത്. എന്ത് കാര്യം? എന്താണെന്ന് വെച്ചാൽ പറ. അത് പിന്നെ ആ കുഞ്ഞി പാവമല്ലേ അമ്മേ, ആ കുഞ്ഞിനോട് എന്തിനാ അമ്മ ദേഷ്യം കാണിക്കുന്നത്? ആ മോളെ അമ്മയ്ക്കൊന്ന് സ്നേഹിച്ചൂടെ? ഒന്ന് വാത്സല്യത്തോടു കൂടി നോക്കിക്കൂടെ? എന്തിനാ അവളെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുഞ്ഞിനോടും മാത്രമല്ല, അതിൻ്റെ അച്ഛനോടും ഞാനിപ്പോൾ മുഖം തിരിച്ച് തന്നെയാണ് നടക്കുന്നത്. അതിന് ആദർശേട്ടന് നല്ല വിഷമമുണ്ടമ്മേ അമ്മയോട് സംസാരിക്കാത്തതില്. അവൻ വിഷമിക്കട്ടെ. അവൻ അതിനേക്കാളും എന്നെയല്ലേ വിഷമിപ്പിച്ചത്. ഈ വീട്ടിലുള്ളവരെ അവൻ നാണം കെടുത്തിയില്ലേ? അവനെ ഇപ്പൊ എല്ലാവരും എങ്ങനെയാ കാണുന്നതെന്ന് അവനറിയാമോ? അത് പിന്നെ അമ്മയൊന്ന് ഓർത്ത് നോക്കിയേ. എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ഞാനല്ലേ കൂടുതൽ ആദർശേട്ടനെ വിഷമിപ്പിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അത് തന്നെയാ ഞാൻ പറയുന്നത്. മോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ മോൾക്ക് പറ്റിയത്? ഈ സമയത്ത് സാധാരണ പെൺകുട്ടികൾ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന പോലെയല്ല മോള് ചെയ്യുന്നത്. ഈ സമയത്ത് ആരും അത് സഹിക്കില്ല, അംഗീകരിക്കില്ല. മോൾ അവന്റെ തെറ്റുകളൊക്കെ സമ്മതിച്ചു കൊടുക്കാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മോളെ. ആദർശേട്ടനെ ഈ സമയത്ത് അങ്ങനെ കൈവിട്ട് കഴിഞ്ഞാൽ ആദർശേട്ടനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. തെറ്റിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലല്ല മുത്തശ്ശൻ. ആ മുത്തശ്ശൻ പോലും ഇവിടെ ആദർശേട്ടന്റെ ഒപ്പം നിൽക്കുക, ചന്തുമോളെ സ്നേഹിക്കണമെന്ന് എല്ലാവരോടും കൂടെ പറയുക. ആദർശനും അവന്റെ മുത്തശ്ശനും ഒക്കെ എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല മോളെ. അവരെന്താ ഇങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവുന്നുമില്ല.
മോൾക്ക് നാളെ ഒരു കുഞ്ഞ് ജനിക്കുമ്പം ഈ കുഞ്ഞൊരു അധികപ്പറ്റാവരുത്. ദേ, അങ്ങനെ ഒരിക്കലും ഞാൻ കരുതില്ല. ഈ കുഞ്ഞ് എന്നും എൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും, മൂത്ത കുഞ്ഞ്. അല്ല, മോളുടെ അച്ഛനും അമ്മയും ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, അറിഞ്ഞിട്ടില്ല. അവരിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മോളുടെ നിലപാടായിരിക്കില്ല അവരുടേത്. അത് മനസ്സിലാക്കിക്കോ. ഇത്രയും നാൾ ആദർശിനെ സ്നേഹിച്ച മോളുടെ അച്ഛനും അമ്മയൊക്കെ ഈ സംഭവം അറിയുന്ന നിമിഷം ആദർശിനെ വെറുത്തു തുടങ്ങും. അതെന്തുകൊണ്ട് മോള് മനസ്സിലാക്കുന്നില്ല? അവനിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിരിക്കുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. മോളെ നീ അംഗീകരിച്ചതുപോലെ ചന്തുമോള് അവന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാന്. അഭിക്ക ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവൻ ആ സ്വഭാവത്തിന് ഉടമയാണ്. പക്ഷെ ആദർശിനും അനിയിൽ നിന്നൊക്കെ ഈ തറവാട്ടുകാർ പ്രതീക്ഷിക്കാത്തതാ സംഭവിച്ചിരിക്കുന്നത്. അവൻ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ അമ്മയെയും ഈ വീട്ടിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നേനെ. അല്ല, ഇതിപ്പം അവനെല്ലാം മറച്ചു വെച്ചു. എന്നിട്ട് മോളെ വിവാഹം കഴിച്ചു, മോളെ ചതിച്ചു, വഞ്ചിച്ചു. അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്താവനത്തിലുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. മോന്റെ 28 കെട്ടാണല്ലോ കൊച്ചുമോന്റെ. അപ്പൊ കനകയും ഗോവിന്ദനും ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദൻ, ഇന്നലെ തന്നെ നയനമോള് വരുവായിരുന്നെങ്കിൽ അത് നമുക്കൊരു സഹായമായേനെ. ആ, അത് ശരിയായിരുന്നു. പക്ഷെ ഇന്ന് ആദർശ് അവളെ നേരത്തെ വരാന്ന് പറഞ്ഞിരുന്നു. അല്ല, നന്ദു ഇല്ലാത്തതും വലിയ നഷ്ടം തന്നെയാ. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പീഡിൽ പോവായിരുന്നല്ലേ? ആ, അത് സത്യം ഗോവിന്ദേട്ടൻ പറയുന്നത്. ഇന്നലെ രാത്രി നമ്മൾ അവളെ വിളിച്ചിട്ട് അത് തന്നെയല്ലേ പറഞ്ഞത്? പാവം, അവളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ വീട് തന്നെ ഒന്ന് മാറ്റിമറിച്ച് വെച്ചേനെ. അവൾക്ക് ഒരുപാട് വിഷമമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തതില്. ഓ, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞ് പോയാൽ അവൾ ഇവിടെ നടക്കുന്ന ചടങ്ങുകൾക്കൊന്നും കാണണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേർപാടുകളൊക്കെ നല്ലതാ, മാറി നിൽക്കുന്നതൊക്കെ നല്ലതാണെന്നേ. ആ, അപ്പൊ നമ്മുടെ കനക പറഞ്ഞു, ഗോവിന്ദേട്ടാ, നൂലുകെട്ട് കഴിഞ്ഞാൽ പിന്നെ അധിക ദിവസമൊന്നും നവ്യമോൾ ഇവിടെ കാണത്തില്ല. കുഞ്ഞും നവ്യമോളും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇരിക്കേണ്ടി വരും. അത് ഓർക്കുമ്പോഴാ ഒരു സങ്കടം. കുഞ്ഞിനെ ആണെങ്കിൽ ഇനി ഒരു ദിവസം പോലും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെയാ കനക്കെ. നീ പെട്ടെന്ന് റെഡിയാകുക, അവരൊക്കെ വരാൻ സമയമായില്ലേ, നമുക്ക് ഒരുക്കങ്ങളൊക്കെ തുടങ്ങണ്ടേ എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ കനക അവിടെ നിന്ന് എണീറ്റ് പോയി റെഡിയാകാനൊക്കെ തുടങ്ങുകയാണ്. ഏതായാലും ആദർശിന്റെ നയനയുടെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിത്തീരുന്നത് ദൈവത്തിന് മാത്രം അറിയാം. കനകയുടെ ഗോവിന്ദന്റെ സ്വഭാവം ഈ സമയം കാണിക്കുന്ന നമ്മുടെ അഭിനെയാണ്. അഭിയാണെങ്കിൽ എന്തൊക്കെയോ ടെൻഷനിലാണ് കേട്ടോ. ഫോണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെയൊക്കെയോ ഫോൺ ആരോ വിളിക്കുന്നു, എടുക്കുന്നൊന്നുമില്ല. അതിന്റെ ദേഷ്യത്തിലാണ് പുള്ളിക്കാരനുള്ളത്. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ വരികയാണ് കേട്ടോ. അപ്പൊ ജലജ വന്നിട്ട്, എടാ മോനെ, എന്താ എന്താ അമ്മേ, എന്താ എന്താ കാര്യം? അത് പിന്നെ ദേ, ഇന്ന് ഇന്ന് കുഞ്ഞിന്റെ നൂലുകെട്ടായതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നമുക്ക് ഈ ബോംബങ്ങ് പൊട്ടിച്ചാലോ? ദേ, നമ്മൾ എന്തിനാ അബദ്ധം കാണിക്കുന്നത്? എല്ലാവരും അറിഞ്ഞെന്ന് കരുതി നമുക്കൊരു പ്രയോജനവും ഇല്ല. നമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ അച്ഛനും അമ്മയും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. എന്തായാലും നമുക്കൊപ്പം അവരിങ്ങോട്ടേക്ക് വരൂല്ലോ. അന്ന് ദേ അവർ ഈ ചന്തമോളെ കാണുമല്ലോ, കാണാതിരിക്കത്തില്ലല്ലോ. ആ, ആ നേരത്ത് അവളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവരോട് പറയേണ്ടി വരും. ഓഹ്, എന്നാലും ഇതങ്ങോട്ട് പറയാതിരുന്നിട്ട് ആകെപ്പാടെ ഒരു ശ്വാസം മുട്ടല്. ദേ, ഞാനിത് പറയുമെന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോഴാണ് ആ നയനെ എല്ലാം തുറന്നടിച്ചത്, അറിയാലോ. അതിനുശേഷം കാലാണ് എനിക്ക് ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടില്ല. അതൊന്ന് മനസ്സിലാക്കാമ്മ. നമ്മുടെ കയ്യിലൊരു ബോംബുണ്ടെങ്കിൽ അത് പൊട്ടിക്കാതിരിക്കുന്നതാണ് നമ്മുടെ മിടുക്ക്. പൊട്ടിച്ചു കഴിഞ്ഞാൽ അവട്ടെ തീർന്നു. പറയുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കണം. പക്ഷെ പറയരുത്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടെ കൊണ്ട് തീരും. അത് പിന്നെ നവ്യയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇരിക്കത്തില്ല. അവളിപ്പോൾ അവളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയേണ്ടതല്ലേ. അവളെന്തായാലും ഇതുവരെ അതൊന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം അച്ഛനും അമ്മയല്ലേ, അവരെ വിഷമിപ്പിക്കാൻ അവൾക്ക് താല്പര്യം കാണത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും പറയാത്തത്. ആ, എന്തായാലും അവിടെയും ഇവിടെയും തൊടാതെ ഇന്ന് സംസാരിക്കണം. ചിലവരുടെ മനസ്സൊക്കെ ഒന്ന് വേദനിപ്പിക്കണം. ഇതൊക്കെ അറിഞ്ഞ ശേഷം ആ കനക്കയുടെ കരച്ചിൽ കാണണ്ടേടാ. അതിന് കാത്തിരിക്കുക ഞാൻ. ആ കരച്ചിലൊന്ന് കണ്ട് ആസ്വദിക്കണം. അതൊക്കെ കാണാമേ. ഇന്ന് തന്നെ കാണണമെന്ന് വാശി പിടിക്കരുത്. എല്ലാത്തിനും ഒരു ക്ഷമ വേണം. ഇന്ന് കണ്ട അതിന്റെ സുഖം പെട്ടെന്ന് അങ്ങ് പോകും. അതേസമയം ഇത് പറഞ്ഞില്ല എങ്കിൽ ഇത് അറിയുമ്പോഴുള്ള അവരുടെ സങ്കടം മനസ്സിൽ സങ്കല്പിച്ച് നമുക്ക് സന്തോഷിക്കാമല്ലോ. ആ, അതും ശരിയാ. ഞാൻ ഏതായാലും ആദർശിനെ ഒന്ന് കാണട്ടെ. ആദർശ വീരനെ. ഭാര്യ വീട്ടുകാർക്ക് ആദർശ ഒരു സൽസ്വഭാവിയാണല്ലോ. ആ, എൻ്റെ ഭാര്യയ്ക്ക് എന്തായാലും എല്ലാം മനസ്സിലായിട്ടുണ്ട്, എല്ലാവരുടെയും സ്വഭാവം. അതുകൊണ്ട് ഇനി അവൻ അവളെ
സോറി, അവൾ അവനെ പുകഴ്ത്തി പറയില്ല. ഇനി അവനെക്കാളും ഒരുപാട് ഒരുപാട് മുകളിലാ എൻ്റെ ഭാര്യയുടെ മനസ്സിൽ ഞാൻ. അതുകൊണ്ട് ഈ തീപ്പൊരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി, അതാളി കത്തിക്കോളും. അത് നമ്മൾ തീ കത്തിച്ചാൽ പിന്നെ പുകഞ്ഞു പുകഞ്ഞു തീരും. ഇത് പൊരി അവിടെ ഇവിടെ വിതറിയാൽ മാത്രം മതി അമ്മേ. അമ്മേ, നമുക്കിതൊക്കെ കണ്ട് സന്തോഷിക്കാം. ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങ് പോയി. നമ്മുടെ ജലജ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.